താങ്ക്സ് മോനെ. ഇദ്ദേഹം അങ്ങനെ കിടപ്പിലായ ശേഷം ഞങ്ങളൊരു തോട്ടക്കാരന് ജോലിക്ക് വെച്ച് വെറുതെ ഇങ്ങനെ കാശ് കൊടുത്തോണ്ടിരിക്കുക. ഇന്ന് തന്നെ അവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കാം. എത്രയോ ഡോക്ടർമാരെ കാണിച്ച് സുഖപ്പെടുത്താൻ പറ്റാഞ്ഞത് നിങ്ങൾ ഒരു സെക്കൻഡ് സുഖപ്പെടുത്തി കളഞ്ഞല്ലോ. ഇതൊക്കെ എന്ത്, ഇതിനേക്കാൾ ഒരുപാട് വിദ്യകളൊക്കെ എന്റെ അടുത്തുണ്ട്. കുണ്ടലിനി മർമ്മം വർക്കൗട്ട് ആവുന്നുണ്ട്. എന്താ കാര്യം? എന്തിനാ വിളിപ്പിച്ചേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ത്രെട്ടനിങ് ഉണ്ട്. അതിന് പുറമെ വീട്ടിനകത്ത് കയറി നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ ഏത് മുറിയാണ് ഒഴിവുള്ളത് അവിടെ കിടന്നോളൂ. വേസ്റ്റ് റൂം എന്ന് പറഞ്ഞാ എന്റെ ഭർത്താവ് താമസിക്കുന്ന മുറി. അവിടെ തന്നെ കിടന്നു. അവരുടെ കൂടെയോ? ആപത്തില് പാപമില്ല. ശരി, ഓക്കെ, ബട്ട് ബി കെയർഫുൾ. എന്തൊരു ശബ്ദം ഇത്? എനിക്ക് പേടിയാവുക. ഞാൻ ഇവിടെ കിടക്കാണേ. ഈ പ്രായത്തില് നല്ല സ്ട്രോങ് ആണല്ലോ അമ്മ. എന്തൊരു ഇടിയായത്, ഉറങ്ങാൻ സമ്മതിക്കില്ല. അവര് വരില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ അമ്മ എവിടാന്ന് ചോദിച്ചേ. അമ്മ സേഫ് ആയിട്ട് അച്ഛന്റെ കൂടെ കിടക്ക. എന്റെ അച്ഛന്റെ കൂടെയോ? അല്ല, നിന്റെ അച്ഛന്റെ കൂടെ കിടക്കുന്നത്. അതിനെന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്? എന്റെ കൈ വരയ്ക്കുന്ന നെർവസ് ആവുന്നോണ്ടാ. ഫസ്റ്റ് ടൈം ഒരു പെണ്ണിനോട് ഇത്ര ക്ലോസ് ആയിട്ട്, അതും ഒരേ ബെഡിൽ ഇരുന്നോണ്ട്. അതാ തന്റെ കൈ എന്താ വറക്കാത്തത്? അയ്യോ പോവല്ലേ. എന്നെ അത്രയ്ക്ക് ഇഷ്ടായോ? പഴം മുറിഞ്ഞ് പാലിൽ വീണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് മൊത്തം വായിൽ വീണ പോലെയാണല്ലോ. എന്താ അമ്മേ, ശരീരം നല്ല ചൂടായിരിക്കുന്നല്ലോ. ചൂടല്ല, ആരാ? എന്താ എന്ത് പറ്റി? എന്താ പറ്റിയെന്നോ? ഇയാൾ എന്തിനാ അമ്മയുടെ റൂമിലേക്ക് വന്നത്? അവര് ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി റൂം മാറി കിടന്നതാ. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? അമ്മയാണ് അവിടെ കിടക്കുന്നതെന്ന് വിചാരിച്ചേ അടുത്ത് വന്ന് കിടന്ന് കെട്ടിപ്പിടിച്ച് കാലെടുത്ത് മേളിൽ ഇട്ടേനെ. ഇടാൻ പാടില്ലേ? അതിനു മുമ്പ് എന്റെ മുഖം കണ്ട് പേടിച്ചുപോയി. ഇത്രേ ഉള്ളോ? അവര് നല്ല ഫ്രീ ടൈപ്പ് ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും പ്ലാൻ ചെയ്താ അത് നേരത്തെ പറയേണ്ടതല്ലേ? ശരി ശരി, നിങ്ങൾ റൂമിൽ പോയി കിടന്നേ. ഇനി എവിടെ ഉറക്കം വരാൻ? വാ മായ, നമുക്ക് എല്ലാവർക്കും ഒരു റൂമിൽ പോയി കിടക്കാം. എന്താ മാമ, രാവിലെ വരെ ലൈറ്റ് കണ്ടില്ലല്ലോ, ഫുൾ ബിസി അത് ആയിരുന്നു. വിടുമോനെ, പണ്ടൊക്കെ തലേണെങ്കിലും കെട്ടിപ്പിടിച്ച് കിടക്കായിരുന്നു. ഇപ്പൊ തറയിലേക്ക് മാറ്റിയിരിക്കല്ലേ. ഇത് ആരംഭമല്ലേ, പിന്നീട് ശരിയാക്കോ. ഞങ്ങൾ നിങ്ങളെ എത്ര സഹായിച്ചതാ. ഞങ്ങളോട് കുറച്ച് ദയ കാണിച്ചൂടെ? എന്താടാ നിങ്ങളുടെ മക്കളെയും കൂടി ഔട്ടിങ്ങിനുണ്ടെന്ന് സന്തോഷമായി. ആരോടാ സംസാരിക്കുന്നത് അറിയോ? എടാ, ഞങ്ങള് നിന്റെയൊക്കെ അമ്മാവന്മാരാ. ആ കടമയല്ലേ ചെയ്യാൻ പറയുന്നത്. വീട്ടിലാണെങ്കിൽ കെമിസ്ട്രി വർക്കൗട്ട് ആവില്ല. പ്ലീസ് പ്ലീസ്. മരുമനായി പോയില്ലേ, ഏർപ്പാട് ചെയ്യാം. ഓക്കെ. അമ്മാവൻ പറഞ്ഞ അമ്മാവനാ. അധികം സൂപ്പിക്കല്ലേ. 12 തൊട്ട് 1:30 വരെ രാഹുവല്ല. വേഗം പോ. നല്ല സമയം കഴിയുന്നതിന് മുമ്പ് നോമിനേഷൻ ഫയൽ ചെയ്യണം. അപ്പൊ നമ്മള് പാതി ജയിച്ച പോലെയാ. ക്ഷേത്രത്തിൽ അർച്ചന പറഞ്ഞിരുന്നല്ലോ. അത് നീ നോമിനേഷൻ കൊടുക്കുന്ന അതേ സമയത്ത് അവിടെ നടക്കും. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ ഞാൻ ഇറങ്ങുക. ശരവണ കൂടെ വാ. ശരി മാഡം. എടാ, അത് ഗവൺമെന്റ് ഓഫീസാ. അവിടെ പോയി നമ്മൾ അകപ്പെടും. അകപ്പെടുവന്നോ? അത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നും. ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കില്ല. ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരിക. ഇവരെ 3 പേരെയും പെമ്മക്കൊക്കെ കാവലാക്കിയിരിക്കുക. ശരി, നോക്കിക്കോ. ശരി, നിങ്ങൾ വാ. ഓൾ ദി ബെസ്റ്റ് മാഡം. ശരവണ, ഇതിനേക്കാളും നല്ലൊരു അവസരം ഇനി കിട്ടാൻ പോകുന്നില്ല. ഇത് യൂസ് ചെയ്ത് വരുന്നു. എല്ലാരും പെട്ടെന്ന് കേറി. വേഗം കേറ്. വരുന്നു മാഡം. ചിറ്റേ, ഇവരെന്തിനാ നമ്മളെ കാറിൽ കയറ്റുന്നേ? ഇതെല്ലാം നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ലേ? സെക്യൂരിറ്റി ആണെങ്കിലേ മുന്നിലാ പോണ്ടത്, ഒന്നിച്ചല്ല. ചിറ്റ എന്തോ അറിയാതെ പറഞ്ഞു വെച്ചിട്ട് അന്നൊന്ന് കേറാൻ നിൽക്കല്ലേ. കുറച്ചൊരു സ്ഥലം കിട്ടിയാ മതി. ചിരിച്ച മുമ്പായിട്ടങ്ങ് വന്നോളൂ. അതെ, ഒരു സ്റ്റീൽ എടുത്ത് തരൂ. സ്വയം അങ്ങ് എടുത്താ പോരെ. ഞാനിവിടെ തൊഴുതു നിൽക്കുന്നത് എടുക്കേണ്ടത്. വേറെ പണിയൊന്നുമില്ല ഇവന്. റെഡിയാ? ആ ഇത് ഇവിടെ അറിയോ നിങ്ങക്ക്? പുന്നൂർ SI. ഇൻസ്പെക്ടറോട് ചോദിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താ അത്? ഞാനും ശരവണ്ണനും പോലീസ് ട്രെയിനിങ്ങിൽ ഒരേ ബാച്ചായിരുന്നു. ഏജന്റ് ആയിരുന്നു, അവന് SI പോസ്റ്റ് കിട്ടി. അതോടൊപ്പം തന്നെ ലവറും സെറ്റായി. പക്ഷെ പോലീസ് ജോലിക്ക് പോയാൽ ലവറെ കാണാൻ പറ്റില്ലെന്നും പറഞ്ഞ് ജോലി തന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ വീഡിയോ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് ഡ്രാമ സെറ്റ് ചെയ്ത് ആ ലവ് ഞങ്ങൾ കട്ട് ചെയ്തു. ഈ ലേഡിയെ ഭാര്യയായിട്ട് അഭിനയിച്ചത്. സത്യമാണോ ഈ പറയുന്നേ? പല ഇവനാണ് സത്യം. എന്താണ് സത്യം? ഒന്ന് വാടാ. എടാ, എന്തിനാണ് സത്യം ഇട്ടത്? എല്ലാം നല്ലതിനാണ്. വാ. അല്ലടാ, കള്ളസത്യമാണെങ്കിൽ മുടി പോവും.
ഹലോ എന്താടോ എവിടെ ഇങ്ങോട്ട് സാർ അമ്പലമുറ്റത്ത് നിന്ന് ഗ്ലാസ്സിൽ കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനായി ഇളനീരിലൊടിച്ച് ഞാൻ കാറിനകത്ത് വെച്ചിട്ടുണ്ട് അതെടുത്തിട്ടേ മടവടാന്നങ്ങ് അടിച്ചു തീർത്തോ കാറിലോ ഫുള്ളും കഴിഞ്ഞു കേട്ടോ. നീ കുടിച്ചോ ശരവണ ഇളനീര് സൂപ്പറാ. ഒരു രണ്ടെണ്ണം കൂടെ കിട്ടി. ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. അവര് കുടിച്ചത് ഇളനീരല്ല ബാറ്ററി പിച്ച് നമുക്ക് വെച്ച ചാരായ. അയ്യോ അപ്പൊ നമുക്ക് എടാ വണ്ടി എടുക്കടാ, വീട്ടിലേക്ക് പോണം. തല സാർ 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 വണ്ടിയുടെ കീ കാണുന്നില്ല, കണ്ടായിരുന്നോ? എന്റെ അടുത്തില്ലല്ലോ. നീയല്ലേ സൂക്ഷിച്ചിരുന്നത്? ഒന്നുകൂടെ നോക്ക്. ഇല്ലെന്നേ, താഴെ എവിടെയെങ്കിലും വീണാണ്. ഹലോ ടൈമായി. ആ വണ്ടി ഇല്ലെങ്കിൽ എന്താ, ഈ വണ്ടിയിൽ കേറ്. ഡ്രൈവർ ആ വണ്ടിയുടെ ചാവി കണ്ടുപിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നോളും. നിങ്ങൾ ഈ വണ്ടിയിൽ പോരെ. അത് അവളായിട്ട് എന്നെ കേറാൻ പറയാ. ഇനി ഇതിന് നല്ലൊരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. വാട പോയി കേറാം. ഞങ്ങൾ വരാം, നിങ്ങൾ കാറിലിരിക്കും. വാ ഇൻസ്പെക്ടർ. നല്ല രുചിയുള്ള ഇളനീര്. ഇതുപോലത്തെ ഒരു ഇളനീര് എന്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല. കടക്കാരനോട് ചോദിച്ച് കൊറേ തൈ മേടിച്ച് നമ്മുടെ തോട്ടത്തിൽ തന്നെ നടാ. കണ്ടില്ലേ, മൂക്കറ്റം കുടിച്ചിട്ട് ഇനി തോട്ടം നിറയെ തെങ്ങ് നടാൻ പോവാ. ചുമ്മാരിക്കടാ, അവര് കേട്ടാലോ. ഓക്കെ ഓക്കെ. ഷോ എനിക്ക് കാറ്റ് തീരെ കിട്ടുന്നില്ല, തല ചുറ്റുന്ന പോലെയുണ്ട്. നീ ഇങ്ങോട്ട് മാറിയിരുന്നേ. എടി ഓരോരുത്തരും മാറി മാറി ഇരിക്കാൻ എന്റെ മടി എന്താ ഊഞ്ഞാലാണോ? ഞാൻ നിങ്ങളുടെ മടിയിലിരിക്കും. ഏയ് എനിക്കെന്തോ തല ചുറ്റുന്ന പോലെ തോന്നുന്നു. നീ ഒന്ന് ഇപ്പുറത്തോട്ടിരിക്കാമോ? വാ. സോറി, ഗിയർ മാറ്റിയപ്പോ കൈ തട്ടിയതാ. അത് സാരമില്ല, ഇറ്റ്സ് ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഇതുകൊണ്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞത്, കേട്ടോ നിങ്ങള്? വാ ഇവിടെ ഇരിക്കേ. ശരി മാറി. എല്ലാവരും സെറ്റിലായി. ഞാൻ ഒഴിച്ചു. എല്ലാ